ഡു ലൈക്ക് ജാം? ഇഷ്ടമാണോ ജാം എല്ലാവർക്കും? നമ്മൾ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്ന ജാം അല്ലേ, മിക്കവാറും ആളുകൾ ബ്രെഡിന്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ, ചില സമയത്ത് ഡിന്നറിൽ അല്ലേ, അങ്ങനെയൊക്കെ. ഞാൻ എന്തായാലും ഉദ്ദേശിച്ചത് കഴിക്കുന്ന ജാം അല്ല കേട്ടോ. അതാണല്ലോ എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് ഓടുക. എന്നിരുന്നാലും ഞാൻ ഇന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് JAM ജാം ടെക്നിക്കിനെ കുറിച്ചാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും ഈ ജാം ടെക്നിക്. ഏതർത്ഥത്തിലെന്ന് വെച്ചാൽ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ പറയാറുണ്ട്. ഞാനൊരു ലാംഗ്വേജ് ട്രെയിനർ കൂടാണ്. ഷബ്ന ഷാരൂഖ്സ് മാജിക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാനൊരു കോഴ്സും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സൺഡേസിൽ ഫ്രീ സെഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. സാന്ദർഭികവശാൽ പറഞ്ഞോണ്ടേ ഉള്ളൂ. ഞാൻ എന്തായാലും ആ ഒരു ലാംഗ്വേജ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഭാഷ ഫ്ലുവൻ്റ് ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് ജാം ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് ആർക്കാണെങ്കിലും ഒരു മിനിറ്റിന് സംസാരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് അറിയാതിരിക്കില്ല അല്ലേ. അപ്പോൾ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റ് മിനിമം നമ്മൾ ചിലവഴിക്കുക. കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ എടുത്തിട്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു മിനിറ്റ് ഫ്ലുവൻ്റ് ആയിട്ട്. ആദ്യമൊക്കെ ഇത്തിരി ലാഗ് ഉണ്ടാവുമെങ്കിലും ഒരു മിനിറ്റൊക്കെ എന്തായാലും എല്ലാവർക്കും സാധിക്കില്ലോ. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും തുടരുക. ഓരോ ദിവസവും ഒരു മിനിറ്റ്. പതിയെ പതിയെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരുമ്പോൾ അത് 2 മിനിറ്റ് ആക്കുക, 3 മിനിറ്റ് ആക്കുക, അങ്ങനെ നമ്മൾ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വീതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഫ്ലുവൻസി അറിയാതെ തന്നെ വർദ്ധിച്ചിട്ടുണ്ടാകും. അതാണ് JAM ടെക്നിക്, ജാം ടെക്നിക് എന്ന് പറയുന്ന ഫസ്റ്റ് ഒരു 1 മിനിറ്റ് പ്രാക്ടീസ് ആണ് ഇംഗ്ലീഷ് ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇനി മറ്റേതെങ്കിലും വിധത്തിൽ ജാം ടെക്നിക് നിങ്ങൾക്ക് പരിചിതമാണെങ്കിൽ ഡു കമൻറ്റ്. ഓക്കെ, ആൻഡ് ഇന്ന് ഞാൻ പക്ഷെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അത്തരത്തിലുള്ളൊരു ജാം ടെക്നിക് അല്ല. ഓക്കെ, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ഏതാണെന്ന്? എന്നിരുന്നാലും നമ്മൾ സക്സസ് മന്ത്രയുമായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. വോം വെൽക്കം വൺസ് അഗൈൻ ടു സക്സസ് മന്ത്ര, ആൻഡ് ദിസ് ഈസ് another and interesting jam technique. Please do watch. സോ നമ്മുടെ ജാം ടെക്നിക് സക്സസ് മന്ത്രയിലൂടെ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് നോക്കാം. പ്ലീസ് ലിസൺ. ജാം ടെക്നിക് എന്ന് പറയുന്നത് ജസ്റ്റ് എ മിനിറ്റ് എന്ന് തന്നെയാണ് ഞാൻ എക്സ്പാൻഷൻ ഇതിന് കൊടുക്കുന്നത്. പക്ഷേ അത് ഏത് വിധത്തിലേക്ക് നമുക്ക് ഡൈവേർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതായത് നമ്മൾ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കണം. ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കാറൊന്നുമില്ല അല്ലേ, അത് അതിൻ്റെതായിട്ടുള്ള വഴിക്ക് അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓരോ നിമിഷവും എത്രയധികം ചിന്തകളാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് അല്ലേ, വന്നു പോകുന്നു. ചിലത് നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ സ്ഥായിയായിട്ട് നിലനിർത്തുന്നു. എന്നാൽ ഈ വരുന്ന ചിന്തകളൊക്കെ പോസിറ്റീവ് ആണോ, അത് നെഗറ്റീവ് ആണോ, ഓർ ന്യൂട്രൽ ആണോ? നിങ്ങൾ അതൊന്ന് ഒബ്സർവ് ചെയ്യണേ. എന്നിട്ട് സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണോ, നെഗറ്റീവ് ആണോ, ന്യൂട്രൽ ആണോ എന്നുള്ളത്. ന്യൂട്രൽ ആണെങ്കിൽ വലിയ വിഷയമൊന്നുമില്ല, ന്യൂട്രൽ ആണല്ലോ, ഒന്നിനെയും ബാധിക്കുന്നില്ല. ഇനി പോസിറ്റീവ് ആണെങ്കിലോ സൂപ്പർ, അങ്ങനെ ആവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാൽ മിക്കവാറും ആളുകളുടെ ഉള്ളിലേക്ക് ഓരോ നിമിഷവും വരുന്ന നിമിഷം വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ പോസിറ്റീവും ന്യൂട്രലും ആകുന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ഇൻ ദ സെൻസ് എല്ലാവരെയും കുറിച്ച് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ കുറ്റമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു, അവർ മോശമാണ്, ഇവർ മോശമാണ്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. അത് മാത്രമല്ല, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ അസുഖകരമായിട്ടുള്ള ചിന്തകൾ, നമ്മുടെ ഡിസ്റ്റർബൻസസ്, സ്ട്രെസ്, റിലാക്സ് ഇല്ലാത്തൊരു മൂഡ്, ഒരു ബോറടി, ഒന്നിനോടും താല്പര്യമില്ലായ്ക, അതൊക്കെ എന്തിൽ പെടും? നെഗറ്റീവ്. പോസിറ്റീവായിട്ട് ഫലപ്രദമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യം അവിടെ സംഭവിക്കുന്നില്ല ചിന്തയിൽ എന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ എന്താണ്? നെഗറ്റീവാണ്. അപ്പൊ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എന്താ ചെയ്യാൻ പാടില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ എത്രയും പെട്ടെന്ന് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പൊ ഈ ജാം ടെക്നിക്ക് എത്തരത്തിൽ ഉപയോഗപ്പെടുത്താം എന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നിടം വരെ ഓരോ മണിക്കൂറിൻ്റെ ഇടവേളകളിലും 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കണ്ണ് അടയ്ക്കുക. എന്നിട്ടോ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് നമ്മുടെ ചിന്തകളെ നമ്മളൊന്ന് സ്വയം നിരീക്ഷിക്കുക. ഏത് വിധത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, ന്യൂട്രൽ ആണോ? നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടണം. അതിനെ നമ്മൾ പറഞ്ഞേക്കണം അല്ലേ. അപ്പോൾ പറഞ്ഞേക്കണമെങ്കിൽ ജസ്റ്റ് ഒരു കൺട്രോൾ വേണം. നമ്മൾ ട്രാഫിക് പോലീസൊക്കെ ഒരുപാട് റോഡ് റഷ് ആയിട്ടുള്ള റോഡ് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും നേരെയും എല്ലാം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ വാഹനങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാഫിക് പോലീസ് ഉണ്ടാവില്ലേ, അതുപോലെ നമ്മുടെ ചിന്തകളെ ഒന്ന് ആ ഒരു ജാമിൽ വിടാണ്ടിരിക്കാൻ, ട്രാഫിക് ജാമിൽ വിടാണ്ടിരിക്കാൻ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഒരു ട്രാഫിക് പോലീസായിട്ട് ജസ്റ്റ് എ മിനിറ്റ് എന്ന് പറയുന്ന ജാം ടെക്നിക്കിനെ ഉപയോഗപ്പെടുത്താം. ജസ്റ്റ് നിങ്ങൾ ക്ലോസ് ചെയ്യുക കണ്ണുകൾ, എന്നിട്ട് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് നിരീക്ഷിക്കുക.
നെഗറ്റീവ് ആണെങ്കിൽ അതിനെ വിട്ടേക്കുക, അതിനെ മെല്ലെ പോകാൻ അനുവദിക്കുക, ഹോൾഡ് ചെയ്യരുത്. എന്നിട്ട് റിലാക്സ്ഡ് ആയിട്ട് മൈൻഡ് കാം ആക്കിയിട്ട് ചിന്തകൾ പോസിറ്റീവായിട്ട് ഡൈവേർട്ട് ചെയ്യുക. ആ നെഗറ്റീവായ തോട്ടിനെ ഒഴിവാക്കിയതിനു ശേഷം ഒരു പോസിറ്റീവായിട്ടുള്ള തോട്ട് നമ്മുടെ മനസ്സിലേക്ക് ബോധപൂർവ്വം കൊണ്ടുവരിക, ഡെലിബറേറ്റ്ലി കൊണ്ടുവരിക. എന്നിട്ടോ അതിനെ നിലനിർത്തുക. അങ്ങനെ ഓരോ മണിക്കൂറിനും ഇടയിൽ, നമ്മുടെ ഏത് തിരക്കിനിടയിലാണെങ്കിലും ഇടയ്ക്ക് 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക, കാമാക്കുക, നമ്മുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഫീൽ ഫ്രീ ആയിട്ട് പോസിറ്റീവായിട്ടുള്ള ചിന്ത നിറച്ചു കൊടുത്തിട്ട് നമ്മൾക്ക് കണ്ണു തുറക്കാം. അങ്ങനെ ഓരോ മണിക്കൂറിലും 1 മിനിറ്റ് നിങ്ങൾക്ക് ചിലവാക്കാൻ പറ്റില്ലേ? നമ്മൾക്ക് വേണ്ടി, നമ്മുടെ സെൽഫിന് വേണ്ടി, നമ്മുടെ സോളിന് വേണ്ടി, അല്ലേ? സോ ചിന്തകളെ പോസിറ്റീവ് ആക്കാൻ സമ്മതിക്കുക. നിങ്ങളൊന്ന് ബോധപൂർവ്വം ഇടയ്ക്ക് കൺട്രോൾ ചെയ്യുക. എന്തിന്? ട്രാഫിക് ആയിട്ട് വരുന്ന ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കും. അതിനകത്ത് മിക്കവാറും ചിന്തകൾ നമ്മൾക്ക് ആവശ്യമില്ലാത്ത അലസമായിട്ടുള്ള ചിന്തകളായിരിക്കും, നെഗറ്റീവായിരിക്കും. അത് മാറ്റി പോസിറ്റീവ് ആക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് ആവണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം, പോസിറ്റീവായിട്ടുള്ള ചിന്തകളുള്ളവരായിരിക്കണം. അത് മാത്രമേ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പ്രതിഫലിക്കുകയുള്ളൂ. അങ്ങനെ മാറ്റപ്പെടണമെങ്കിൽ, രൂപാന്തരപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകൾ പോസിറ്റീവായിരിക്കണം. അതാണ് അതിൻ്റെ എസെൻഷ്യാലിറ്റി. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് മൈ ഡിയേഴ്സ്? സോ ഇന്നത്തെ സക്സസ് മന്ത്ര ഡിസ്കസ് ചെയ്തത് ജാം ടെക്നിക്കാണ്. എന്താണ് ജാം ടെക്നിക്? ഓരോ മണിക്കൂറിൻ്റെയും ഇടവേളകളിൽ 1 മിനിറ്റ് കണ്ണടയ്ക്കുക, റിലാക്സ് ചെയ്യുക, നിങ്ങളുടെ ചിന്തകളെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക ആൻഡ് പോസിറ്റീവായിട്ട് ഡൈവേർട്ട് ചെയ്യുക. ഈ പോസിറ്റീവ് തന്നെയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ എക്സിസ്റ്റ് ചെയ്യുക. ആ ഒരു ദിവസം ഉടനീളം നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവ് മാത്രമായിരിക്കാൻ വേണ്ടി 1 മിനിറ്റ് ഒന്ന് ചിന്തകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ഒരു ദിവസം മൊത്തത്തിൽ എന്തായി പോകും? ഇങ്ങനെ പോസിറ്റീവായിട്ട് നമ്മൾ വൈബ്രൻ്റ് ആയിട്ട്, ആക്റ്റീവായിട്ട്, പ്രൊഡക്റ്റീവായിട്ട് മാറും. അങ്ങനെ ഓരോ ദിവസത്തിലും ഓരോ മണിക്കൂറിൻ്റെ ഇടവേളകളിൽ 1 മിനിറ്റ് ജാം ടെക്നിക് പ്രയോജനപ്പെടുത്തി അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കണം. സോ keep watching Success Mantra and this channel Shapna Zain. Do support, keep watching. Ta-da!